കറൻ്റ് വി ആർ ഇൻ പിസാങ്, അപ്പർ പിസാങ്. ഞാനൊരു 10-15 മിനിറ്റായി എത്തിയിട്ട്. കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്തിരുന്ന സ്ഥലത്ത് ആൻറ്റിയാണ് എന്നോട് പറഞ്ഞത് നമുക്കൊരു സ്ഥലമുണ്ട്. അങ്ങനെ പുള്ളിക്കാരുടെ റെക്കമെൻഡേഷനിലാണ് ഞാനിവിടെ വന്നത്. ഇതാണ് സ്ഥലം. ഇതാണ് ഗൈസ് റൂം വ്യൂ. ഇതാണ് ലുക്സ് സോ നൈസ്. അന്നപൂർണ്ണ യാത്രയുടെ 6-ാം ദിവസമാണ് സത്യത്തിൽ ഹിമാലയത്തിൻ്റെ യഥാർത്ഥ കാഴ്ചയും അനുഭവങ്ങളും അറിയാൻ തുടങ്ങിയത്. പിസാങ് എത്തിയതോടെ മഞ്ഞുമലകൾക്ക് പുറമെ മഞ്ഞു വീഴ്ചയും മഞ്ഞു പതിച്ച ഗ്രാമങ്ങളും കൂടി ആയപ്പോൾ യാത്രാ അനുഭവങ്ങൾ കൂടുതൽ ഭംഗിയുള്ളതാക്കി. അനുകൂലമല്ലാത്ത കാലാവസ്ഥയാണെങ്കിൽ ഒരു ദിവസം കൂടി പിസാങ് നിന്ന ശേഷം അടുത്ത ദിവസം തുടരാം എന്നതായിരുന്നു ആദ്യം തീരുമാനിച്ചത്. രാവിലത്തെ കാഴ്ചകളും ബ്രേക്ക്ഫാസ്റ്റൊക്കെയായി ആ പ്രഭാതം അങ്ങനെ കടന്നുപോയി. അതിനിടയിൽ മേഘങ്ങൾക്കിടയിലൂടെ സൂര്യപ്രകാശം പതിയെ തെളിഞ്ഞു വന്നു. അതിൽ ഞാൻ കുറെ കൂടെ ഇൻസ്പയർ ആയി എന്ന് വേണം പറയാൻ. അങ്ങനെ ആ ദിവസം യാത്ര തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഡേ 6 ഓഫ് അന്നപൂർണ്ണ ട്രെയിൽ. നമ്മളിപ്പോൾ ഡേ 6 സ്റ്റാർട്ട് ചെയ്തു. ഞാനിപ്പോൾ ഉള്ള അപ്പർ പിസാങ്ങിലായിരുന്നു കേട്ടോ. അപ്പർ പിസാങ്ങിൽ ഇപ്പോൾ ഞാൻ രാവിലെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ആ വ്യൂ ഒന്ന് കാണിക്കാം. രാവിലെയൊക്കെ ഫുള്ള് ക്ലൗഡി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരുവിധം വെയിൽ വീണ് എല്ലാം ക്ലിയറായി തുടങ്ങി. നിങ്ങൾക്ക് കാണാൻ വരുന്നത് ഗോപ്രോയ്ക്കകത്ത് വളരെ വ്യക്തമായിട്ട് കാണാമെന്നറിയില്ല. പക്ഷേ മഞ്ഞിൽ പൊതിച്ച് കിടക്കുന്ന അന്നപൂർണ്ണ റേഞ്ചാണ് മൊത്തം. കഴിഞ്ഞ ദിവസം ഞാൻ താമസിച്ച ആ ഭാഗത്ത് എവിടെയായിരുന്നു. അവിടെ നിന്ന് ഞാനിപ്പോൾ നടന്നിറങ്ങി വന്നതാണ്. ട്രെയിൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റായി. ചാമയിൽ നിന്ന് ഇന്നലെ രാവിലെ തുടങ്ങി. വഴി വെച്ച് കുറച്ച് സുഹൃത്തുക്കളെ കിട്ടി. അവരോടൊപ്പം ജോയിൻ ചെയ്ത് നടന്ന് ദുഃഖർപ്പുക്കാരി എന്ന് പറഞ്ഞൊരു വില്ലേജൊക്കെ ക്രോസ് ചെയ്തിട്ടാണ് ഞാനും ഇവിടെ അപ്പർ പിസാങ്ങിലെത്തുന്നത്. ഏകദേശം ഒരു 15-18 കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും. അപ്പർ പിസാങ് നിൽക്കുന്ന ഏകദേശം 3300 മീറ്റർ ഹൈറ്റിലാണ്. അപ്പോൾ ആ ഒരു ഓൾട്ടിറ്റ്യൂഡ് ചേഞ്ചും ക്ലൈമറ്റിൻ്റെ ഡിഫറൻസും ഒക്കെ നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം ഞാൻ എത്തിയപ്പോൾ നല്ല ടയർഡായിരുന്നു. ഇപ്പോൾ രാവിലെ തന്നെ തുടങ്ങി. ഞാൻ കിതയ്ക്കുന്നുണ്ട്, നന്നായിട്ട് കിതയ്ക്കുന്നുണ്ട്. അവിടെ അങ്ങ് ദൂരത്തായിട്ടൊരു ഗ്രീൻ കളർ ബിൽഡിംഗ് ആണ്. അവിടെയാണ് ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്തിരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ പ്ലേസാണ്. ഇന്നലെ ചാമയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എനിക്കൊരു വിസിറ്റിംഗ് കാർഡ് തന്നു വിട്ടിരുന്നു അടുത്ത ദീദി. അപ്പം പുള്ളിക്കാരുടെ ബ്രദറാണ് ഇവിടെ. അപ്പോൾ അവിടെ തന്നെ സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പ്രത്യേകം റിക്വസ്റ്റ് തന്നു. അങ്ങനെ ഇന്നലെ വന്ന് ഇവിടെ സ്റ്റേ ചെയ്യായിരുന്നു. വൈകുന്നേരം വന്നപ്പോൾ നല്ല ക്ലിയർ വിഷയമായിരുന്നു. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു ഇവിടുന്ന്. വൈകുന്നേരം അവിടെ നിന്ന് ഫുഡ് കഴിച്ചു, ദാൽബട്ട് കഴിച്ചു. രാവിലെ ഒരു സൂപ്പ് കുടിച്ചു. കുറച്ച് നേരം ഞാൻ വെയിറ്റ് ചെയ്തു. കാരണം രാവിലെ നല്ല ക്ലൗഡി വെതറായിരുന്നു. ഒന്നും കാണാൻ പറ്റുന്നില്ല. നല്ല തണുപ്പും -ഡിഗ്രിയിലൊക്കെ ഡ്രോപ്പായി പോയി. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ ഏകദേശം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു 8:30-9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ക്ലൈമറ്റ് മാറി തുടങ്ങി. സൂര്യപ്രകാശം വീണു തുടങ്ങി. അപ്പോൾ ഞാൻ കരുതി ഓക്കെ, അപ്പോൾ എനിക്ക് പെർഫെക്റ്റ് ടൈമാണ് സ്റ്റാർട്ട് ചെയ്യാൻ. അങ്ങനെ ആ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അപ്പോഴേ ഇറങ്ങി. ഇപ്പം നല്ല വെതറാണ്, നല്ല സണ്ണി വെതറാണ്. മഞ്ഞൊക്കെ ഒരുവിധം ഉരുകിപ്പോയി തുടങ്ങിയിട്ടുണ്ട്. കംപ്ലീറ്റ് അന്നപൂർണ്ണ ഇപ്പം നല്ല ക്ലിയർ വിഷനുണ്ട്. കുറച്ച് ഭാഗത്ത് ക്ലൗഡിയാണ്. അത് കുറച്ച് കഴിയുമ്പോൾ മാറുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ വിഷൻ കിട്ടുമായിരിക്കും നമുക്ക്. ഇതാണപ്പം അപ്പർ പിസാങ് വില്ലേജ്. അടിപൊളി പ്ലേസാണ് കേട്ടോ. ഒരുപാട് ഗസ്റ്റ് ഹൗസുകളൊക്കെ ഉണ്ട്. എല്ലാവർക്കും റെസ്റ്റോറൻറ്റ്സൊക്കെ ഉണ്ട്. നല്ല ആൾക്കാരാണ്. ഭയങ്കര സ്നേഹമുള്ള മനുഷ്യരാണ്. ഇന്നലെ ഞാൻ വന്നപ്പോൾ ഭയങ്കര കുലീനതയോടെയാണ് പെരുമാറുന്നത് നമ്മളോട്. ലാലു എന്ന് പറഞ്ഞ കക്ഷി ചാമയിൽ സ്റ്റേ ചെയ്തിരുന്ന ഗസ്റ്റ് ഹൗസിലെ ദീദിയുടെ ബ്രദർ. ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹം. ഫുഡ് വേണോ, എന്ത് വേണം, ഫുഡ് വേണോ, മേളിൽ റൂഫ് ടോപ്പ് ഉണ്ട്, ഫയർ ക്യാമ്പ് റെഡിയാക്കി തന്നു. പിന്നെ ഒരുപാട് സംസാരിക്കുന്നു. പുള്ളിക്കാരൻ പണ്ട് ദുബൈയിലായിരുന്നു. അവിടെ കുറേ മലയാളികളുണ്ടായിരുന്നു സുഹൃത്തുക്കൾ. നല്ല മനുഷ്യനാണ്. നമ്മളെക്കുറിച്ചൊക്കെ നല്ല അഭിപ്രായമാണ്. ഒരുപാട് നേരം ഞാൻ സംസാരിച്ചു പുള്ളി. രാവിലെ ഞാൻ പുള്ളിയൊന്ന് കണ്ടിട്ടിറങ്ങാമെന്ന് വിചാരിച്ചു. പുള്ളി ഇപ്പോഴും ഉറക്കമാണ്, അതുകൊണ്ട് കാണാൻ പറ്റില്ല. പക്ഷേ ഞാൻ ദീദിയോട് സംസാരിച്ച് ദീദിയോട് പറഞ്ഞു ഞാൻ എന്തായാലും ഒരു ട്രിപ്പ് കൂടെ ഞാനിവിടെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ട് ഞാൻ നിങ്ങളെ ഒന്ന് കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതൊക്കെയായിരുന്നു അപ്പർ പിസാങ്ങിലെ വിശേഷം. അപ്പോൾ ഇന്ന് ഞാൻ ട്രെയിൽ സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന മനാങ്ങിലേക്കാണ്. ഇവിടുന്ന് ഏകദേശം 8 മണിക്കൂറുണ്ട്. ഗയാരു എന്ന് പറഞ്ഞൊരു വില്ലേജ് ക്രോസ് ചെയ്ത് വേണം പോകാൻ. അത്യാവശ്യം നല്ല സ്റ്റീപ്പാണ്. അപ്പോൾ നടന്ന് മേളിൽ കയറാനും അവിടെ എത്തിയതിന് ശേഷം ക്രോസ് ചെയ്ത് മനാങ് വരെ എത്തുന്നതിനും അത്യാവശ്യം നല്ല സമയം എടുക്കും. എനിവേ നോക്കാം എത്ര സമയം എടുക്കുമെന്ന്, എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് കണ്ടറിയാം.
ഗ്യാരി വില്ലേജിലേക്കുള്ള പോക്കാണ് കൂട്ടുകാരെ. ഓ, ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത്. ഞാൻ കയറി വന്ന വഴി ഇതാണ്. നല്ല സ്റ്റീപ്പാണ് കേട്ടോ, നല്ല സ്റ്റീപ്പാണ്. സ്റ്റേഴ്സ് ഇല്ല, സ്ലോപ്പാണ്. കറക്റ്റായിട്ട് ചവിട്ടി സ്റ്റിക്ക് യൂസ് ചെയ്ത് കയറി വന്നില്ലെങ്കിൽ താഴെ പോകും. വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല അന്യായ വ്യൂ ആണ് ഇവിടെ. എന്തായാലും മുകളിലേക്ക് നടന്ന് കയറാം. കയറി പോകുന്തോറും എന്താണ് അവസ്ഥ എന്നറിയില്ല. എന്തായാലും രണ്ടും കൽപ്പിച്ച് കയറുവാണ്. നല്ല ക്ഷീണിക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും അടുത്ത് ഇരുന്ന് റെസ്റ്റ് എടുക്കും. I love Himalayas. Oh man, that's so beautiful. ഈ ട്രെയിനിൻ്റെ ക്രൂഷ്യൽ സിറ്റുവേഷൻ ഞാൻ നോക്കിയിട്ട് ഇതാണ് ഗൈസ്. ഞാൻ കയറി വന്ന വഴിയാണിത്. നല്ല കയറ്റം എന്ന് പറഞ്ഞാൽ നല്ല കുത്ത് കയറ്റമാണ്. അങ്ങോട്ടും ദേ വഴിയെന്ന സാധനം ആകെ പഞ്ചറായി കിടക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, കൂടെ ഒരാളില്ല. ഡേഞ്ചർ സിറ്റുവേഷനാണ്. എങ്ങാനും കാല് ചറമ്പിയോ ഒന്ന് വീണ് കഴിഞ്ഞാൽ ബാക്ക് പാക്കായിട്ട് ഉരുണ്ട് നേരെ താഴെ പോകും. അമ്മാതിരി റിസ്കി സിറ്റുവേഷനാണ്. അപ്പോൾ പതുക്കെ കയറുന്നുള്ളൂ. കുറച്ച് സ്റ്റെപ്പ് കയറി കിതപ്പൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ചാലുവാന് ശേഷമാണ് പിന്നെയും കയറുന്നത്. കാരണം അല്ലാതെ എനിക്ക് കയറിയിട്ട് എങ്ങാനും തലകറക്കോ ബ്ലാക്ക് ഔട്ടോ വന്നു കഴിഞ്ഞാൽ റിസ്ക്കാണ്. ഒന്ന് വിളിച്ചാൽ അടുത്തെങ്ങും ആൾ പോലും ഇല്ല. ബട്ട് ഇറ്റ്സ് ഫൺ. രസമാണ് ഈ കാഴ്ചകളൊക്കെ കണ്ട് അഡ്വഞ്ചറൊക്കെ ചെയ്ത് പോകാം. ഏകദേശം 3 മണിക്കൂറത്തെ ട്രെക്കിങ്ങിന് ശേഷം നമ്മൾ ഗാരു സ്തൂപ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഗാരു സ്തൂപ. ഇതിനപ്പുറത്തോടാണ് ഗാരു വില്ലേജ് വരുന്നത്. ഇവിടെ നിന്നുള്ള അന്നപൂർണ്ണയുടെ വ്യൂ ഇതാണ്. നമ്മൾ വന്ന വഴി അവിടെയാണ് കേട്ടോ. അവിടുന്ന് ആ മലയുടെ ബാക്കിൽ നിന്ന് നടന്നു വന്ന് അവിടെ നിന്നാണ് ഈ മല ഇത്രയും കയറി സിക്സാഗ് അടിച്ച് കയറി നമ്മളിവിടെ മുകളിൽ വരെ എത്തി. സുബയിലെത്തി. ഇനി ഇവിടുന്ന് സ്റ്റേഴ്സ് ഉണ്ട് വില്ലേജിലേക്ക് കയറാൻ. ഇതാണ് ഗാരു വില്ലേജ്. ഇവിടെ ഒരു ഹെൽത്ത് പോസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ ഹെൽപ്പോ വേണമെന്നുണ്ടെങ്കിൽ അവരെ സമീപിക്കാം. ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ്. വളരെ കുഞ്ഞൊരു വില്ലേജാണ്. ഒരുപാട് ഡെവലപ്ഡോ അല്ലെങ്കിൽ ഒരുപാട് ഹോം സ്റ്റേസ് ഒന്നും ഇവിടെ ഇല്ല. ബ്രേക്ക് എടുത്തില്ല, കാരണം അവിടെ ഇരിക്കുന്നതിനുള്ളൊരു അസൗകര്യം. ഞാൻ വെച്ചാൽ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് അവിടെ എവിടെയെങ്കിലും നല്ല വെയിലുള്ളൊരു സ്ഥലം നോക്കി കുറച്ച് വെയിലും കൊണ്ട് കുറച്ച് ബ്രേക്കും എടുത്തിട്ട് പതുക്കെ കണ്ടിന്യൂ ചെയ്യാൻ കരുതി. അങ്ങനെ ഞാൻ ഗാരു വില്ലേജ് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്നു. ഇതാണ് ആ വില്ലേജിൻ്റെ പുറമേ എന്നുള്ള വ്യൂ. പഴയ കൺസ്ട്രക്ഷൻസ് ഒക്കെ കാണാം. അവിടെ കല്ലുകൊണ്ട് അടുക്കി വാൾ പണിഞ്ഞിട്ട് വീടുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ ഉള്ള ഗാരു വില്ലേജിൻ്റെ ഒരു ലുക്കെന്ന് പറയുന്നത്. മൗണ്ടൻസ് കാണാൻ അന്നപൂർണ്ണയൊക്കെ അവിടെ തിളങ്ങി കൊണ്ട് വെയിലടിച്ച് അവിടെയൊക്കെ നല്ല രീതിയിൽ മഞ്ഞ് വീഴ്ത്തി. ഇവിടെയും ചെറുതായിട്ട് മഞ്ഞ് വീഴ്ച തുടങ്ങി. എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നു. എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ ചെറിയ തുള്ളികൾ ഇങ്ങനെ പാറിപ്പറന്ന് വരുന്നുണ്ട്. എനിക്ക് നമ്മുടെ മരത്തിലൊക്കെ ഇരുന്ന മഞ്ഞായിരിക്കും കാറ്റടിച്ചിട്ട് പറന്ന് വരുന്നത്. നല്ല തണുപ്പുമുണ്ട് കാറ്റുമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഗാരു വില്ലേജ് ക്രോസ് ചെയ്തു. അധിക ടൈം ഞാനിവിടെ സ്പെൻഡ് ചെയ്യില്ല, കാരണം ഇവിടെ നിന്ന് മനാങ് വരെ എത്തണമെങ്കിൽ ഏകദേശം 5 മണിക്കൂറത്തെ ട്രക്കുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ടൈം ഒരുപാട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മനാങ് എത്തുമ്പോഴത്തേക്ക് ലേറ്റാവും. അപ്പോൾ അതത്ര സേഫ് അല്ല. കാരണം വൈകുന്നേരം പെട്ടെന്ന് ലൈറ്റ് പോവുകയും ചെയ്യും, മഞ്ഞ് വീഴ്ച തുടങ്ങും. അപ്പം നല്ല മഞ്ഞ് വീഴുന്നതിന് മുന്നേ എനിക്ക് മനാങ് എത്തിപ്പെത്തണം. ഇല്ലെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും നിർത്തി കയ്യിൽ കുറച്ച് സ്നാക്സ് ഇരിപ്പുണ്ട്,
കുറച്ച് ക്യാരറ്റും കുക്കുംബറൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ പതുക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. ഇവിടുന്ന് ലഞ്ചിന് വേണ്ടി എന്നെ 2 പയ്യന്മാർ വിളിച്ചിരുന്നു. പക്ഷേ ലഞ്ച് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ചുകൂടെ ലേസിയാവും, നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ലഞ്ച് കഴിച്ചില്ല. പതുക്കെ എന്തെങ്കിലും സ്നാക്ക് കഴിച്ച് കണ്ടിന്യൂ എന്ന് എഴുതി. അതിനുശേഷം വൈകുന്നേരം നമ്മൾ മനാങ് പോയി സ്റ്റേ അടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ എന്തെങ്കിലും അടിപൊളിയായിട്ട് വയറ് നിറച്ച് കഴിക്കണം. അതുപോലെ മനാങ്ങിലോട്ട് പോകാനുള്ള റൂട്ട് ഞാനൊരു രക്ഷയില്ല. ഞാൻ കയറി വന്നതാണിത്. നല്ല സ്റ്റീപ്പായിട്ടുള്ള റോഡാണ്, അതും പ്രോപ്പറായിട്ടുള്ള സർഫസും അല്ല. അപ്പോൾ കെയർഫുള്ളായിട്ട് കയറി വന്നില്ലെങ്കിൽ പണി കിട്ടും. കാലൊക്കെ ഒന്ന് മടങ്ങി തീയോ ചെയ്ത് കഴിഞ്ഞാൽ പണിയാണ്. ഇനിയും മുമ്പോട്ട് ഇങ്ങനെയാണ് എനിക്ക് പോകാനുള്ളത്. നൈസ്. പക്ഷേ കാഴ്ചകളൊക്കെ കാണുമ്പോഴല്ലോ, ഈ മൗണ്ടൻസൊക്കെ കണ്ട് നല്ല ഫ്രഷ് എയറൊക്കെ ബ്രീത്ത് ചെയ്തെടുത്ത് നമ്മൾ ആ ഒരു കാറ്റൊക്കെ കൊണ്ട് പോകുമ്പം കിട്ടുന്ന സുഖം, അതാണ് സുഖം. അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പതുക്കെ 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 പൊക്കോണ്ടിരിക്കുക. നന്നായിട്ട് കിതയ്ക്കുന്നുണ്ട്, പക്ഷെ ഇടയ്ക്ക് ഞാൻ നിർത്തും, കറങ്ങി വന്ന് നോക്കും, കുറച്ച് ബ്രീത്ത് ചെയ്ത് റിലാക്സ് ആയതിന് ശേഷം വീണ്ടും കണ്ടിന്യൂ ചെയ്യും. ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് ഫീലിംഗ് റിയലി ഗുഡ്. അപ്പർ പിസാങ്ങിൽ വെച്ചിട്ട് നമ്മൾ അന്നപൂർണ്ണയുടെ ഒരു വശം മാത്രമേ കണ്ടുള്ളൂ, ഒരു ചെറിയ ഭാഗം മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ ഞാൻ നേരെ പറഞ്ഞു, നമ്മൾ നടന്ന് അടുത്ത ട്രെക്ക് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ മലയുടെ അടുത്ത സൈഡിലെത്തുമ്പോഴത്തേക്കും കണ്ടിന്യൂ ചെയ്ത് ബാക്കി നമുക്ക് കാണാൻ പറ്റും എന്നുള്ളത്. നമ്മൾ ഇന്നലെ കണ്ട ഭാഗം അതായിരുന്നു, അവിടെ നിന്നായിരുന്നു. നമ്മളിപ്പോൾ മല കയറി ഇപ്പുറത്തോട്ട് വന്ന് ഇവിടുത്തെ വ്യൂ വേറെയാണ് കണ്ടോ. അവിടെയൊക്കെ വിശാലമായി നല്ല മഞ്ഞ് പുതച്ച് കിടപ്പുണ്ട്. ഇപ്പോഴും സൂര്യപ്രകാശത്തിന് കുഴപ്പമില്ല. ഈ സൂര്യപ്രകാശം ക്ലൗഡ് കൊണ്ട് മറയുന്നതിന് മുന്നേ നമുക്ക് നവാൽ ക്രോസ് ചെയ്ത് മനാങ് എത്താം. കാരണം സൂര്യൻ മറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പ് കൂടും, മഞ്ഞ് വീഴ്ച വന്നു കഴിഞ്ഞാൽ നമ്മൾ പെടും. പിന്നെ നമുക്ക് ചിലപ്പോൾ ട്രെയിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നതിനും വരത്തില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഭയങ്കര സ്പീഡിലല്ല പോകുന്നത്, ഒരു ആവറേജ് സ്പീഡ് വെച്ച് പതുക്കെ ഇടയ്ക്കുന്ന് ബ്രേക്ക് എടുത്തൊരു 10-15 സെക്കൻഡ് ഒന്ന് നിന്ന് ബ്രീത്ത് ചെയ്തതിന് ശേഷം പിന്നെയും കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ലക്ഷ്യം മനാങ് എത്തുക എന്നുള്ളതാണ്. സോ അങ്ങനെ നമ്മൾ ഗവാൽ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗവാൽ വില്ലേജ് പഴയ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഇപ്പോഴും കാണാം. അപ്പം എനിക്കിത് ക്രോസ് ചെയ്തിട്ട് അടുത്തൊരു വില്ലേജിലുണ്ട്, ചെറിയ വില്ലേജ്, അതും ക്രോസ് ചെയ്ത് വേണം മനാങ് എത്താൻ. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. സോ ഇതാണ് നവാൽ വില്ലേജ്. ഇനി എനിക്ക് പോകേണ്ടത് അങ്ങോട്ടാണ്, മനാങ് പോകേണ്ട റൂട്ട് അങ്ങോട്ടാണ്. ഒരു വില്ലേജ് കൂടെ ക്രോസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ വില്ലേജ് കൂടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മനാങ് എത്തി.
എത്ര സമയമാണെന്നല്ല, ഏകദേശം ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ എടുക്കുമായിരിക്കും. അന്നേ ദിവസം വൈകുന്നേരത്തോടെ ഞാൻ മനാങ് എത്തി. ഓഫ് സീസൺ ആയിരുന്നതുകൊണ്ട് വലിയ തിരക്കുണ്ടായിരുന്നില്ല. വില്ലേജിൻ്റെ ഹൃദയഭാഗത്തായി തന്നെ ഒരു ഗസ്റ്റ് ഹൗസ് കണ്ടുപിടിച്ചു. വലിയ ലക്ഷറി ഒന്നും ആയിരുന്നില്ല, നമ്മുടെ ബഡ്ജറ്റിന് ഉതകുന്ന തരത്തിൽ ഒരു കുഞ്ഞു പ്ലേസ്. സാധനങ്ങളെല്ലാം റൂമിൽ വെച്ച് ഗസ്റ്റ് ഹൗസിലെ ദീദിയുടെ കുടുംബത്തോടൊപ്പം അവരുടെ കിച്ചണിൽ കൂടി. നല്ല തണുപ്പായതുകൊണ്ട് ഫയർ പ്ലേസ് ഇല്ലാതെ രക്ഷയില്ലാത്ത അവസ്ഥയാണ്. കൂട്ടത്തിൽ ദീദിയോട് ഡിന്നർ പറഞ്ഞു. അങ്ങനെ അവരോടൊപ്പം കഥയൊക്കെ പറഞ്ഞ് ആ വൈകുന്നേരം അവിടെ കൂടി. Full power 24 hours. Yeah. Dal bhat power. 24 hours. Thank you Didi, thank you for cooking. Thank you. You welcome. It's good. ചൂട് ചോറും പപ്പടവും അച്ചാർ തോരൻ പിന്നെ ഒരു സബ്ജി ആൻഡ് ദാൽ. എനിക്കൊരു കമ്പനി ഉണ്ട്, ഇതേ ഫോണിലാണ്. ഇതാണ് ദീദിയാണ് ഫുഡ് കുക്ക് ചെയ്തത്. താങ്ക് യു സോ മച്ച്, വാസ് റിയലി ഗുഡ്. ചൂടൊക്കെ കൊണ്ട് അടുപ്പിട്ട് ചൂടൊക്കെ കൊണ്ടിരുന്ന ആഹാരം കഴിക്കാം. ഓക്കെ.